ഗെറ്റ് റെഡി വിത്ത് us ഗംഭീരമാക്കും. ഇവളെ എടുത്ത് കണ്ടപ്പോ ഞാനും കൂടെ ഒന്ന് എടുത്തതാണ്. എന്തൊരു നീറല്. പക്ഷെ ലിബാമ് കഴിഞ്ഞു. ഞാൻ കോഴികളെ ഞാൻ വെടിവെച്ചത് കൊല്ലം എല്ലാത്തിനെയും. കാര്യമായിട്ട് മേക്കപ്പ് അറിയൊന്നുമില്ല. കൊറച്ച് ഇങ്ങോട്ട് നിക്ക്. നേരെ നോക്കി ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോ കഥകളി വേഷാവും. എന്താടി സാരി എടുക്കാൻ 1 മണിക്കൂർ എടുത്തു. ഇപ്പൊ എനിക്കൊരു അപാകത തോന്നുന്നത് എനിക്ക് മതിയായി. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് us. അപ്പോൾ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. കല്യാണത്തിന്റെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ മേക്കപ്പ് അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല, എന്നാലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഗംഭീരമാക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ ഇവളെ എടുത്ത് കണ്ടപ്പോ ഞാനും കൂടെ ഒന്ന് എടുത്തതാണ്. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. ഡ്രസ്സ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. ഞാൻ സാധാരണ ഒരു റോസ് വാട്ടർ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാമെന്ന് കുറച്ചേരം ഇതൊന്നും ഉണങ്ങട്ടെ. എന്തായാലും ഞാൻ തൽക്കാലം ടോണറൊന്നും അടിക്കുന്നില്ല. വേണ്ട, എൻ്റെ ഉണ്ട് വെച്ചിട്ട് വേണ്ട. ഇത് വൈപ്പ് ഇതാക്കിയപ്പോ എന്തൊരു നീറല്. ചെറിയൊരു നീറല്. നീറുണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെ മയില് കരയാൻ തുടങ്ങും, ഫോൺ വിളിക്കല്, പിന്നെ നായ കരയല്, കോഴി കരയല്. അമ്മയാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് ഞങ്ങൾ എപ്പോഴാ പോണേന്ന് അറിയാത്തതിന്റെ ഒരു ടെൻഷൻ. ഞാൻ അടുത്തത് ലിപ് ബാം ആടുന്ന, പക്ഷെ ലിപ് ബാം കഴിഞ്ഞു. നമുക്ക് തോണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം കഴിഞ്ഞു, അതുകൊണ്ട് തോണ്ടിയെടുക്കേണ്ട അവസ്ഥയാണ്. നല്ല ലിപ് ബാം ആട്ടോ, പിഗ്മെന്റേഷൻ നന്നായിട്ട് പോകും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി നേരെ സൺസ്ക്രീൻ ഇടുകയാണ്. ഞാൻ കോഴികളെ ഞാൻ വെടിവെച്ചത് കൊല്ലം എല്ലാത്തിനെയും. ഞാൻ വീഡിയോ എടുക്കാൻ നേരമായ വിദ്യകൾ ഇങ്ങനെ ഒരു കൂവാൻ തുടങ്ങും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് യൂയിഡോക്സിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. സൺസ്ക്രീൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ലാഷസ് ഒന്നും വെക്കുന്നില്ല. വെച്ചിട്ടാണ് ഞാൻ വെറുതെ ഒരു എന്താ പറയാ, ഒരു ആഡംബരത്തിന് ഉണ്ട് ലാഷസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വെക്കാൻ പോണില്ല. ഞാൻ അത് വെച്ചിട്ട് വേണം കണ്ണിന് മുകളിലൊരു വെഞ്ചാമര വെച്ച മാതിരി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഞാനൊരു ഒരു അതൊക്കെ മേലെയാണ് ഇന്ന് ചെയ്യുന്നത്, സാധാ ചെയ്യുന്നതിനേക്കാൾ മേലെ. എനിക്ക് മിറർ നീ മിററിൽ നോക്കിയിട്ട് ചെയ്യണേ? ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണ് കണ്ണ് പോലെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം, കാരണം എനിക്ക് മിറർ കാണാനില്ല. ഇനി എനിക്കിത് അവിടെ ഒരു ചെറിയ പാടുണ്ട്, അപ്പൊ അത് കൺസീലർ വെച്ച് നമുക്ക് മറയ്ക്കാം. കാണാനില്ലാത്ത മൂക്കിന്റെ അവിടെയൊക്കെ ഒരു ചെറിയൊരു വേറെ ഡിസ്കളറേഷൻ ഉണ്ട്, അവിടേക്ക് ഞാൻ ഇതിടുന്നു. നമുക്ക് ഷെയ്ഡ് നന്നായിരിക്കുക. ഷെയ്ഡ് വ്യത്യാസം ഉണ്ടായി. അത് കുഴപ്പമില്ല. അത് പാടുള്ളത് കളറുകൾ വ്യത്യാസമുള്ളവർക്കത്. എന്താ പോലെ ഏകദേശം പടിന്റെ മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഫൗണ്ടേഷൻ കുറച്ച് വാരി പൊത്താം. കുറെ ഒന്നും ഇടില്ല, കുറെ ഇട്ട് കഴിഞ്ഞാൽ കഥകളി വേഷമാവും. കണ്ണാടിയാണ് ഇപ്പോൾ അവിടെ
അല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? ഒരു മിറർ എടുത്താണ്ട് നോക്കിയാ പോരെ? ഓ കാരണം നമ്മൾ ഇത്ര അകലെ നിന്ന് ചെയ്യാറില്ലല്ലോ. നമ്മൾ മിററിന്റെ അടുത്ത് നിന്നിട്ടല്ലേ എപ്പോഴും മേക്കപ്പ് ചെയ്യുക. ഞാൻ എപ്പോഴും കൈ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാറ്. ഓക്കെ, ഫൗണ്ടേഷൻ ഇട്ടു. ഇനി എനിക്ക് അടുത്തതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇതെടാം ഐഷാഡോ. അല്ലെങ്കിൽ അതിന് മുന്നേ ഐഷാഡോയ്ക്ക് മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മുടെ പുരികം ഒന്ന് ലെവലാക്കാം. ലെവലാണ്, എന്നാലും ചെറിയൊരു വാലൊക്കെ ഇട്ട് കൊടുക്കാം. നേരെ നോക്കി ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോ കഥകളി വേഷാവും. എന്താണ് അതെന്തപ്പോ ഇല്ലാത്ത സാധനം ഇട്ട്? ഓക്കെ ഗൈസ്, പുരികം നമ്മൾ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഐഷാഡോ ഇടാം. ഞാൻ എപ്പോഴും ഒരു ബ്രൗൺ പോലത്തെ കളറാണ് ഇടാറ്. അപ്പൊ ഞാൻ അതന്നെ ഇടുന്നേ. ഡ്രസ്സിന് മാച്ചായിട്ടൊന്നും ഇടുന്നില്ല. ഓക്കെ, അടുത്ത് നമുക്ക് കണ്ണ് എഴുതാം. കണ്ണ് ഞാൻ എഴുതിയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നത്. കണ്ണ് ഞാൻ എഴുതിയിട്ട് വരാം ഗൈസ്. റെഡ് അല്ലേ? ഞാൻ കണ്ണ് എഴുതി ഗൈസ്. മുകളിൽ മാത്രമേ എഴുതിയുള്ളൂ. അതിന് നമുക്ക് മസ്കാര ഇടാം. ഈ മസ്കാര ഇവിടെ കൊണ്ടുപോയിരിക്കുന്നു. എന്തോ പോലുണ്ടോ? കണ്ണെഴുതുമ്പോ ശരിയാവും. ഞാൻ കുറച്ച് ബ്ലഷ് ഇടട്ടെ ഗൈസ്. ഇതേതൊരു ഷെയ്ഡ്? ക്രേസി കോസ്റ്റർ. ഞാൻ കുറച്ച് മൂക്കിലും കൂടെ മേടിച്ചിട്ടുണ്ട്. അങ്ങ് ചുമക്കട്ടെ. അവിടെ എത്തുമ്പോഴേക്കും ജോക്കറാണ് കൂടെ. ഇത് ഡസ്കി സ്കിൻ ടോണിന് മാച്ച് ആവുന്നതാ. എന്താടി അങ്ങനെ? അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണതിന് ലിപ്സ്റ്റിക് ഇടാൻ പോവാണ് ഗൈസ്. അപ്പൊ ആദ്യത്തെ ലിപ് ബാം തുറച്ചു കളയണം. ലിപ് ലൈനർ വരയ്ക്കാം. ലിപ് ലൈനർ ഇട്ടു ഗൈസ്. ഞാൻ കുറച്ച് വെറൈറ്റി ലിപ്സ്റ്റിക്കുകൾ മിക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെയല്ല, ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാ. ഇത് മറ്റേ ലിപ് മോസാണ്, സ്റ്റുഡിയോ. ഇതിട്ട് കഴിഞ്ഞാണ്ടല്ലോ ചുണ്ട് നല്ല ഇങ്ങനെ ക്ലംപി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് സൂട്ടല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു വിക്രസ് ഒപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിതിട്ടു. ഈ ഷെയ്ഡല്ല ഞാൻ ഇടാൻ പോകുന്നത്. ഇനി ഇത് ഉണങ്ങട്ടെ, എന്നിട്ട് ഞാൻ വേറെ ഷെയ്ഡാക്കുന്നത്. അല്ലെങ്കിൽ ഉണങ്ങുന്നതിന് മുന്നേ കുറച്ചിടാം. ഞാൻ ലാക്മിയുടെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. കാണണോ പൂരൊന്നൊക്കെ ഷെയ്ഡ് മാറി ഗൈസ് കണ്ടില്ലേ? ഞാനിടാൻ പോവാ. അത് കുറച്ചിട്ടാ മതിട്ടാ, അതായത് അതിൽ കുറെ വരും. ഷെയ്ഡ് എന്ത് മനസ്സിലാവോ? എന്നിട്ട് മുകളിൽ വേറെ ഇട്ടാൽ മതി. ഇനി എന്താ, മുടി കെട്ടണം. അതൊരു ടാസ്ക്കാണ്. എന്തൊക്കെ മുടി എന്താ ചെയ്യാ? പൊട്ട് വയ്ക്കണ്ടോ?
ബ്ലാക്കാ? കല്ലുണ്ട്. മാച്ച് ഉണ്ടാവോ? അറിയില്ല, അതെന്റെ ഷെയ്ഡിന് മാച്ചാണെന്റെ ശരിക്കും. അപ്പൊ പൊട്ട് വേണോ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് നോക്കാം. ഇപ്പൊ തൽക്കാലം മുടിയും ഡ്രസ്സ് ഇട്ടിട്ട് നോക്കല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വേണം. അത് ഇനി പൊട്ട് വയ്ക്കണം, മുടി ഇടണം, ഓർണമെന്റ്സ് ഇടണം. സെറ്റ്. ഇപ്പൊ എന്റെ മേക്കപ്പ് ഉള്ളൂ ഗൈസ്. വേറെ സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചായിരുന്നോ. ഇത് കുഴപ്പമില്ലല്ലോ. ഡ്രസ്സിന് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. ഇതാണ് ഞങ്ങൾ സാരി എടുക്കാൻ 1 മണിക്കൂർ എടുത്ത സിമ്പിൾ സാരിയാണ്. പക്ഷേ എന്താ പറയണ്ട, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഫ്ലോയില് മുടിയും കെട്ടി ഞാനൊരു ഹൈപ്പോണിയ വീടാ. ഞാൻ മുടി കെട്ടി ശരിയാവത് അവള് പരത്തിയിട്ടു. പിന്നെ ഇപ്പൊ എനിക്കൊരു അപാകത തോന്നുന്നത് എന്റെ കഴുത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഇത് തോന്നുന്നേ. അപ്പൊ ഞാന് ഒരു മാലയാണെങ്കിൽ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ്. ഇതൊന്ന് ശരിയാക്കട്ടെ. 1 മണിക്കൂർ നമ്മൾ സാരിയുടെ പുറകെയായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ഫ്ലോ പോയി ഗൈസ്. ഈ മാല എത്ര രസമുണ്ടോന്ന് ദൈവത്തിനറിയാം. എല്ലാവരും കണ്ടോ എണ്ണ ഒലിക്കാൻ തുടങ്ങി. ഓരോന്നോരോന്നായിരിക്കും. ഇതിട്ട് മനസ്സിലാവണില്ല. ഭംഗി ഉണ്ടാവുമെന്ന് അതിന് വെച്ചു. ഇത് 3 ലെയർ ആയിട്ടാണ്. അതിലവസാനം ഒരു കൂട്ടൊക്കെ ഉണ്ട്. മാലില്ലാണ്ട് എനിക്കൊരു എന്തോ ഒരു ഇത് തോന്നണുണ്ട്. സാരി ഞങ്ങളെ ഫുള്ള് കാണിച്ചു തരാം. പോകുമ്പോ എടുക്കാനൊന്നും സമയമില്ല. റിസപ്ഷൻ കഴിയുന്നതിന് മുന്നേ എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ ആകെ ടയേർഡായി. എനിക്ക് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയില്ല. മുടി കെട്ടി മാല കുരുങ്ങിയത് ഞാൻ അവസാനം എന്തൊക്കെ ചെയ്ത് ഒരെണ്ണായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങള് പോയിട്ട് വരാം ഗൈസ്. സമയം വൈകി. അതുകൊണ്ട് വേറെ ഇതൊന്നും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കിട്ടിയത് ഞങ്ങൾ നല്ല ഫോട്ടോസും ഇതിന്റെ ഫുള്ളൊക്കെ കൊടുക്കാം ഗൈസ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.